ഈ PMCയിൽ ഒപ്പിട്ടതോടെ കേരള ദേശീയ വിദ്യാഭ്യാസ നയം 2020 പൂർണ്ണമായി അംഗീകരിച്ചു എന്നുള്ള ചില വാദഗതികൾ വരുന്നു. ആ വാദഗതികൾ വെറും സാങ്കേതികം മാത്രമാണ്. ഇത് സാങ്കേതികം മാത്രമാണ്. ഒന്നാമതായി 2022 ഒക്ടോബർ മുതൽ തന്നെ സമഗ്ര ശിക്ഷാ പദ്ധതിയെ NEP നടപ്പാക്കാനുള്ള ഉപാധിയായി കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു. ഫണ്ട് വാങ്ങുമ്പോഴും കേരളം 2023 വരെ ആ ഫണ്ട് വാങ്ങുമ്പോഴും കേരളം നമ്മുടെ സംസ്ഥാന താൽപ്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ മൂല്യങ്ങൾക്കും അനുസരിച്ചാണ് പദ്ധതികൾ നടപ്പാക്കിയത്. അതേ നയം മാത്രമേ ഇപ്പോഴും തുടരുന്നുള്ളൂ. രണ്ടാമതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PM ഉഷ പദ്ധതിയിൽ ഒപ്പിട്ടതും NEP നടപ്പാക്കാമെന്ന വ്യവസ്ഥയോടെയാണ്. എന്നിട്ടും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. പാഠ്യപദ്ധതിയുടെ വർഗീയവൽക്കരണത്തിന് പിന്നിൽ നിന്നുകൊടുക്കുന്നതിന് വേണ്ടി കേരളം തയ്യാറായിട്ടില്ല. അതിൻ്റെ സത്യസ്ഥിതി എന്താണ്? കേരളത്തിൻ്റെ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് കേരള സർക്കാർ തന്നെയാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പേജ് 17 സെക്ഷൻ 4 32 പാഠ്യപദ്ധതി സംബന്ധിച്ച് അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട്. അല്ല, മന്ത്രി പറഞ്ഞ ഈ വാചകം ഞാനും കേട്ടതാണ്. ഞാനിപ്പോൾ പറയുന്നത് മന്ത്രി പറഞ്ഞ, ഞങ്ങളുടെ മന്ത്രിയാണ് ശിവൻകുട്ടി, ആ മന്ത്രി പറഞ്ഞ ആ വാചകത്തിനെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കും. ഞങ്ങൾ കാത്തിരിക്കുന്നു.